57-ന്റെ കാലം. വിദ്യാലയങ്ങളിൽ കൊടുമ്പിരി കൊണ്ട ഒരെണ്ണ സമരം. പുതുപ്പള്ളിയിലെ VJ വുമൻ സ്കൂളിലും കൊടുങ്കാറ്റിന്റെ അലയൊലികൾ. മുന്നിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന നീണ്ടുമെലിഞ്ഞ ഒരു 14-കാരൻ. അന്നോളം കേരളം കണ്ടിട്ടില്ലാത്ത പുതിയ രാഷ്ട്രീയത്തിന്റെ അമരക്കാരൻ. പേര് ഉമ്മൻചാണ്ടി. അപൂർവതയ്ക്ക് മനുഷ്യരൂപം തീർത്ത ഒരു നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം അവിടെ തുടങ്ങുന്നു. രൂപാന്തരപ്പെടുന്നത് ഒരു പുതുചരിത്രമാണ്. പുതുപ്പള്ളി കേരളത്തിന് നൽകിയ, കേരളം പുതുപ്പള്ളിക്ക് ചാർത്തി നൽകിയ ചരിത്രം. '70 നിയമസഭാ തെരഞ്ഞെടുപ്പ്. പുതുപ്പള്ളി എന്ന CPM-ന്റെ ചുവന്ന കോട്ട. തോൽക്കുമെന്ന് ഉറപ്പായതിനാൽ മത്സരിക്കാൻ തലമുതിർന്ന കോൺഗ്രസുകാരിൽ പലർക്കും പേടി. ഒടുവിൽ ആ 27-കാരൻ മത്സരിക്കാനെത്തി. വോട്ട് ചോദിച്ചെത്തിയ ആ ചെറുപ്പക്കാരന് പുതുപ്പള്ളി തിരികെ നൽകിയത് സ്നേഹമായിരുന്നു. അരപ്പതിറ്റാണ്ടിലും അറ്റുപോകാത്ത സ്നേഹം. നല്ല സ്നേഹമുള്ള ഒരു കാര്യം പറയുക, എല്ലാം അന്നേരം ചെയ്തു തരുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ ഫിക്സ് വരുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ മരുന്ന് കഴിക്കുന്നത് സാറ് മേടിച്ചു തന്നതും ഉപയോഗിക്കായിരുന്നു. ആൾക്കൂട്ടത്തെ വഹിക്കുന്ന ആ സഞ്ചാരി കേരള രാഷ്ട്രീയത്തോളം വളർന്നു. കരുണാകരനെതിരെ മുഖാമുഖം നിന്ന് A ഗ്രൂപ്പിനെ വളർത്തി. കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖമായി. 4 തവണ മന്ത്രിക്കസേരയിൽ, 2 തവണ മുഖ്യമന്ത്രി, 1 തവണ പ്രതിപക്ഷ നേതാവ്. രാഷ്ട്രീയത്തിൽ വളർന്നു പന്തലിക്കുമ്പോഴും അയാളുടെ വേരുകൾ സാധാരണക്കാരന്റെ ഹൃദയത്തിലായിരുന്നു. ഊണുമുറക്കവും വേണ്ടെന്ന് വെച്ച് ജനങ്ങളുടെ പരാതി കേട്ടു. ആൾക്കൂട്ടമില്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഇല്ലെന്നായി. ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ സമ്പത്ത് ജനങ്ങളുടെ താല്പര്യവും ജനങ്ങളുടെ സ്നേഹവുമാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യമുള്ള ഒരാളാണ് ഞാൻ അർഹിക്കുന്നതിനേക്കാൾ വലിയ സഹകരണവും പിന്തുണയും സ്നേഹവും ജനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒടുവിൽ ഒരു ജൂലൈ 18 ആൾക്കൂട്ടം തനിച്ചായി. അനശ്വരതയിലേക്കുള്ള യാത്രയിൽ അയാൾ ആദ്യമായി ഒറ്റയ്ക്ക് തിരിച്ചു. ഉമ്മൻചാണ്ടി മരിച്ചെന്ന് ഇനിയും വിശ്വസിക്കാത്ത ഒരുപാട് ആളുകളുള്ള നാടാണ്. മരണം സത്യമാണ്. എന്നാൽ ഉമ്മൻചാണ്ടി ആ സത്യത്തെ ജയിച്ചവനാണ്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.